ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ്റെ ഒരു ഡിഷാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോണിക്ക ചിക്കനാണ്. നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പിന്നെ അപ്പം അതുപോലുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു മോണിക്ക ചിക്കൻ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് 1 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചിക്കൻ 65 ഒക്കെ ചെയ്യുമ്പം കട്ട് ചെയ്തിട്ട് എടുക്കാറില്ലേ, ആ ഒരു പരുവത്തിനാണ് ചിക്കൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കൻ നല്ലപോലെ കഴുകിയെടുത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഒരു മാരിനേഷൻ ചെയ്തിട്ട് വെക്കുകയാണ്. എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതൊരു ക്ലീൻ ബൗളിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മുടെ എരിവുള്ള മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടെ ഒരു 1 ടീസ്പൂൺ നിറയെ ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. 3/4 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എരിവിന് ചേർക്കുന്ന മുളക് പൊടി ആണെങ്കിലും പെപ്പർ പൗഡർ ആണെങ്കിലും നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് ചേർക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി പേസ്റ്റാക്കി എടുത്തതാണ്. അപ്പോൾ രണ്ടും കൂടെ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. നല്ല പോലെ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക, ചതച്ചെടുക്കണ്ട. ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ട വേണം. ഇതിപ്പോൾ അത്യാവശ്യം സൈസുള്ള മുട്ട ആയതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. ചെറിയ മുട്ടയ്ക്ക് ആണെങ്കിൽ നമുക്കൊരു 2 മുട്ട വരെ വേണ്ടി വരും. മുഴുവനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നുണ്ട്. ഈ ഒരു മുട്ട ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയാണ്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ വൈറ്റ് വിനീഗർ നമ്മുടെ സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു 2 ടീസ്പൂണോളം സുർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ നാരങ്ങേനെ ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുക്കാം. വലുതാണെങ്കിൽ ഒരു 1/2 നാരങ്ങയുടെ നീര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മളിത് ചെയ്തിട്ട് വരുമ്പോൾ കുറച്ച് ഭംഗി കൂടെ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഫുഡ് കളർ കേട്ടോ, പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. കാരണം നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനുള്ള നമ്മുടെ ആ ഒരു മസാല എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ലപോലെ വാർത്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന മസാല ഒരുപാടൊന്ന് ലൂസായിട്ട് പോകരുത് കേട്ടോ, നന്നായിട്ട് കട്ടിക്കിരിക്കണം. അപ്പോൾ ഇത് ചിക്കനിൽ നല്ലപോലെ നമ്മളിത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 1/4 മണിക്കൂറോളം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതെല്ലാം നന്നായിട്ട് അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിക്കനൊക്കെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു കുഴിയുള്ള ചട്ടിയിലേക്കാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഡീപ്പായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത്. അതായത് നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കില്ല, ആ രീതിയിലാണ് ഓയിൽ വേണ്ടത്. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ടല്ല നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത്. നന്നായിട്ട് മുങ്ങി കിടന്നിട്ട് തന്നെ പൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമ്മളിപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ പീസസ് 1-2 ബാച്ചായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഓയിലിന് അത്യാവശ്യം ചൂട് വേണം. പക്ഷേ നമ്മൾ ഒരുപാട് സമയം ഓയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ഹാർഡാക്കിയിട്ട് എടുക്കരുത്. അങ്ങനെ നമുക്ക് കഴിക്കുന്ന സമയത്ത് ആ ഒരു ചിക്കൻ്റെ ഉൾവശത്തേക്കൊക്കെ ഭയങ്കര ഹാർഡ്നെസ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചിക്കൻ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മളിത് ഓയിലിൽ നിന്നും കോരിയെടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടെ ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചെറുതായിട്ടൊരു ഗ്രേവി, ഒത്തിരി വലിയ ഗ്രേവി അല്ല, ഒരു ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് ഈ ഒരു ചിക്കനിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ താല്പര്യമില്ലാത്തവർക്ക് ഓയിൽ ചേർക്കാം കേട്ടോ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേ രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ 2-3 പച്ചമുളകും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് അതിനെ ഒന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരുപാട് കളർ മാറൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ ആ ഒരു ബട്ടറിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചേർക്കാം. കറിവേപ്പില കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഒഴിക്കാനുള്ളത് അധികം പുളി ഇല്ലാത്ത നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ കട്ടിക്ക് ഒഴിച്ച് കൊടുക്കണ്ട, ലൂസാക്കിയിട്ട് എടുക്കണം. പക്ഷേ അധികം ഒന്നും പുളി ഉണ്ടാവാൻ പാടില്ല തൈരിന്. അപ്പോൾ തൈര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പോളം തൈരാണ്. ആ തൈര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം തന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു കളറും കൂടെ കിട്ടുക നമ്മുടെ ഒരു ഡിഷിന്. അപ്പോൾ ഒരു മുളക് പൊടി കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു സമയം നമുക്ക് ഇതിനകത്തേക്കുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. എങ്കിലും ഈ ഒരു ഗ്രേവിക്കകത്തേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ശേഷം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഈ ഒരു ചിക്കനെ ഈ ഒരു തൈരിനകത്ത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഗ്രേവി ഒന്നും കാണില്ല. നമ്മൾ റെഡിയാക്കിയിട്ട് വരുമ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് ചിക്കനിലെ എല്ലാ പീസസിലും നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം മാത്രം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ മുട്ട മുഴുവനായിട്ട് എടുക്കുന്നില്ല, എഗ് വൈറ്റ് മാത്രമാണ് എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാണ്. ഈ ഒരു എഗ് വൈറ്റ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഫൈനലായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെളുത്ത എള്ള്, അതായത് നമ്മുടെ വൈറ്റ് സെസമി സീഡ്സ് കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടേസ്റ്റിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോണിക്ക ചിക്കൻ. നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ പറയാനുള്ളത്, നമ്മൾ പുതിയതായിട്ട് ഇനിയിപ്പോൾ വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ പുതിയ ചാനലിനകത്താണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഒരു ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആ ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്